DM ലെക്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തുകാത്തിരുന്ന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ BSc നഴ്സിംഗ് ഫൈനൽ ഇയർ റിസൾട്ട് റീസെന്റ് പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. സോ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നൊരു ക്വസ്റ്റ്യന് മുന്നിലാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുക. പെട്ടെന്ന് പുറത്തേക്ക് പോകുന്ന ഒരു ട്രെൻഡൊക്കെ മാറി വരുമ്പോൾ വി ആർ ലുക്കിംഗ് ഫോർ വർക്കിംഗ് എക്സ്പീരിയൻസ്. അങ്ങനെ വർക്കിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫ്രഷർ ആണോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സോ വെൽക്കം ടു അവർ വീഡിയോ. ദിസ് ഈസ് ഡോണ മത്തായി. ഇന്ന് വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു നഴ്സിംഗ് ഇന്റർവ്യൂവിന് ആദ്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നമ്മളൊരു വർക്കിംഗ് എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ഒരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ആണ് ഒരു നഴ്സിംഗ് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. സോ ഈ 3 കമ്പോണൻസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ആദ്യത്തെ കമ്പോണന്റ് ആണ് നമ്മൾ വർക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ആദ്യമായിട്ട് വരുന്നത് അക്രഡിറ്റേഷൻ ആണ്. അക്രഡിറ്റേഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് NABH, JCI പോലുള്ള അക്രഡിറ്റേഷൻസ് ആണ്. NABH എന്ന് പറയുന്നത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണലും JCI എന്ന് പറയുന്നത് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണലും ആണ്. ഈ 2 അക്രഡിറ്റേഷൻ നമ്മുടെ ഹോസ്പിറ്റൽസിന് കിട്ടണമെങ്കിൽ പ്രധാനമായിട്ടും പേഷ്യന്റ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതും ഹൈ ക്വാളിറ്റി നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഹോസ്പിറ്റൽസിലാണ് ഈ പറയുന്ന അക്രഡിറ്റേഷൻസ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഈ അക്രഡിറ്റേഷൻസ് ഉള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് കൂടുതൽ നല്ലതായിരിക്കും. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹോസ്പിറ്റലിലുള്ള ബെഡ് സ്ട്രെങ്ത് ആണ്. മിനിമം 150 ബെഡും എന്നാൽ കുറച്ചുകൂടി ഉചിതമായത് 300 or 400+ ബെഡ് സ്ട്രെങ്ത് ഉള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് നല്ലതായിരിക്കും. അടുത്തതായി നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു സംശയമാണ് എങ്ങനെയാണ് നമുക്ക് വർക്കിംഗ് എക്സ്പീരിയൻസിനുള്ള ഒരു ഹോസ്പിറ്റൽ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള നഴ്സിംഗ് ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ പല ഹോസ്പിറ്റൽസിന്റെ HR ഡിപ്പാർട്ട്മെന്റിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ടായിരിക്കാം ഇന്റർവ്യൂസ് നടത്തപ്പെടുക. അപ്പോൾ ഇന്റർവ്യൂസ് പ്രധാനമായിട്ടും ഓരോ ഹോസ്പിറ്റൽസിന്റെ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ് അനുസരിച്ചാണ് നടത്തുക. ചില ഹോസ്പിറ്റൽസിൽ ഡയറക്റ്റ് ഇന്റർവ്യൂ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷെ അതേസമയം ചില ഹോസ്പിറ്റൽസിന്റെ പോളിസീസ് അനുസരിച്ച് ഡയറക്റ്റ് ഇന്റർവ്യൂ, റിട്ടൺ, അതുപോലെ തന്നെ OSCE സെക്ഷൻസും നടത്തപ്പെടാറുണ്ട്. ഔട്ട് ഓഫ് കേരളയാണ് നിങ്ങൾ വർക്കിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി ഹോസ്പിറ്റൽസ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏജൻസി ത്രൂ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനും ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് അവിടുത്തെ പ്ലേസ്മെന്റ് കരസ്ഥമാക്കാനും നമുക്ക് സാധിക്കാറുണ്ട്. രണ്ടാമത് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കമ്പോണന്റ് ആണ് ഹൗ ടു പ്രിപ്പയർ ഫോർ ആൻ നഴ്സിംഗ് ഇന്റർവ്യൂ. അങ്ങനെ നമ്മൾ ആദ്യമായി ഒരു നഴ്സിംഗ് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കൈവശം ആദ്യം ഉണ്ടായിരിക്കേണ്ടത് സിമ്പിൾ ആൻഡ് കൺസൈസ് ആയിട്ടുള്ള ഒരു CV ആണ്. ഇന്നത്തെ കാലത്ത് CV മേക്കേഴ്സും അതുപോലെ തന്നെ ചില പ്രൊഫഷണൽ ഏജൻസീസും CV മേക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ CV ഉണ്ടാക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കണ്ടന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ് സ്കിൽസ്, അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ലാംഗ്വേജസ്, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ ക്ലിനിക്കൽ പ്ലേസ്മെന്റിനെ കുറിച്ചുള്ള ഒരു സമ്മറി, ക്ലിനിക്കൽ പ്ലേസ്മെന്റ് നടന്ന ഹോസ്പിറ്റൽസ് മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും അവസാനം നമ്മളൊരു ഡിക്ലറേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ പൊതുവെ കാണുന്ന ഒരു മിസ്റ്റേക്ക് ആണ് നമ്മൾ ഈ CV കോപ്പി എടുത്ത് അതുപോലെ തന്നെ നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കും. പക്ഷെ അതേസമയം നമ്മൾ തിരുത്തേണ്ട ഒരു മിസ്റ്റേക്ക് ആണത്. കാരണം നമ്മളൊരു CV ഒരു HR ഡിപ്പാർട്ട്മെന്റിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്നാണോ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് ഇട്ടതിന് ശേഷം ഡിക്ലറേഷന്റെ താഴെ നമ്മുടെ പേരിന്റെ അടിയിൽ സൈൻ ചെയ്താൽ മാത്രമേ ആ CV കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കണം. മൂന്നാമതായി ഒരു നഴ്സിംഗ് ഇന്റർവ്യൂവിന് ആസ് എ ഫ്രഷർ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു നഴ്സിംഗ് ഇന്റർവ്യൂവിന് വേണ്ടി നമ്മൾ എന്തെല്ലാം പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം. ഒരു പക്ഷേ നമ്മൾ 4 വർഷം പഠിച്ച ഏത് കാര്യവും ഇന്റർവ്യൂവിന് ചോദിക്കാം. എന്നാലും മോസ്റ്റ് കോമൺലി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നഴ്സിംഗ് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ സജഷൻസ് ആയിട്ടും അറിയിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വി വിൽ മീറ്റ് വിത്ത് അനദർ വീഡിയോ.